നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ. ഇടത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനം അട്ടിമറിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തിരുത്തപ്പെടും. ചിറക്കടവ് പഞ്ചായത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നത. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ 7ാം വാർഡിൽ CPI മത്സരിക്കുന്നു. പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M പ്രതിനിധി സ്വതന്ത്രനായി മത്സരരംഗത്ത്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര പോരാട്ടത്തിന് ഒരു കുടുംബത്തിലെ 3 പേർ. 13, 14, 15 വാർഡുകളിൽ മത്സരം. വാർത്തകൾ വിശദമായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട്. ചിറക്കടവ് പഞ്ചായത്തിലെ LDF, NDA സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട്. ചിറക്കടവ് പഞ്ചായത്തിലെ LDF, NDA സ്ഥാനാർത്ഥികൾ രാവിലെ നാമനിർദ്ദേശ പത്രിക നൽകി. പൊൻകുന്നത്ത് പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഇടത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര S മുമ്പാകെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. 5ാം വാർഡിലെ സ്ഥാനാർത്ഥി ഗൗതം ബാലചന്ദ്രന് കെട്ടിവയ്ക്കാനുള്ള തുക DYFI പ്രവർത്തകർ കൈമാറി. 22 വാർഡുകളിലെയും NDA സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര S നാമനിർദ്ദേശ പത്രിക ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സീറ്റ് വിഭജനത്തിലുണ്ടായ തർക്കത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ചിറക്കടവ് പഞ്ചായത്ത് 7ാം വാർഡ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ ഇവിടെ സീറ്റ് വിഭജനത്തിൽ CPIക്ക് സീറ്റ് നൽകിയതാണ് തർക്കത്തിനിടയാക്കിയത്. സിറ്റിംഗ് മെമ്പറായ ആന്റണി മാർട്ടിൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. സീറ്റിനെ ചൊല്ലി CPIയും കേരള കോൺഗ്രസ് എമ്മും അഭിപ്രായ ഭിന്നതയിലായതോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചിറക്കടവ് പഞ്ചായത്തിലെ 7ാം വാർഡ്. ഒരു വ്യക്തിയുടെ മാത്രം താൽപര്യം സംരക്ഷിച്ച് മുന്നണി മര്യാദ പാലിക്കാതെ കേരള കോൺഗ്രസ് എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് CPIക്ക് നൽകിയതാണ് സിറ്റിംഗ് മെമ്പറായ താൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നതെന്ന് ആന്റണി മാർട്ടിൻ പറയുന്നു. സാധാരണ മുന്നണി മര്യാദകൾ അനുസരിച്ച് സിറ്റിംഗ് സീറ്റുകളിൽ ചർച്ചകളില്ല. അവരവർ മത്സരിച്ച സീറ്റുകൾ എടുത്തതിന് ശേഷമാണ് ബാക്കി സീറ്റുകളിലേക്കാണ് ചർച്ചകൾ പോവുക. എന്നാൽ യാതൊരുവിധ മുന്നണി മര്യാദയും ഇവിടെ പാലിക്കപ്പെട്ടില്ല. തീർച്ചയായിട്ടും നീതിയുടെ ലെവലേശം പോലുമില്ലാതെ, രാഷ്ട്രീയ മര്യാദ പാലിക്കാതെയാണ് ഈ സീറ്റിൽ നിന്ന് നമ്മൾ കുടിയിറക്കപ്പെടുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ചതിൻ്റെ ഫലമായിട്ട് ഈ വാർഡിലെ ആളുകളുടെ മുഴുവൻ പ്രവർത്തകരും ആളുകളും എല്ലാ രാഷ്ട്രീയ വിശ്വാസമുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടുന്നത്. അത്രമാത്രം കോൺഫിഡൻസോടുകൂടി, അത്രമാത്രം അതിലെല്ലാം ഉപരിയായിട്ട് മുന്നണി മര്യാദ പാലിക്കാത്തതിലുള്ള വേദനയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായിട്ടും ജനവികാരം നമ്മൾക്ക് അനുകൂലമാണ്. വിജയം സുനിശ്ചിതമാണ്. കേരള കോൺഗ്രസ് എം ജയിച്ചു വന്ന വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു മുന്നണി സംവിധാനത്തിലുമില്ലാത്ത സിറ്റിംഗ് സീറ്റ് എടുത്തതിൽ പ്രതിഷേധിച്ചും ആന്റണി മാർട്ടിനെ അനുകൂലിച്ച് കേരള കോൺഗ്രസ് എം വാർഡ് കമ്മിറ്റി രാജിവെച്ചിരുന്നു. 7ാം വാർഡിൽ ഒഴികെ മറ്റെല്ലായിടത്തും LDFൽ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ രാജിവെച്ച വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് റജി കാവുങ്കൽ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് എല്ലാ വാർഡുകളിലും നല്ല ചർച്ചയിൽ പോകുകയും ഈ മുന്നണി സംവിധാനത്തിനൊരു കോട്ടം വരരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി, കാരണം മറ്റെല്ലാ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനെ നേരിടുമ്പോൾ ഈ വാർഡിലെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മറ്റു വാർഡുകളെ ബാധിക്കരുത് എന്നുള്ളതിനാൽ ശ്രീ ആന്റണി മാർട്ടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ, ഞാൻ മണ്ഡലം ട്രഷറർ കൂടിയാണ്, ഒരു ഭാരവാഹി മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങുന്നത് നീതികരമല്ലാത്തതിനാൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റൊരു വാർഡുകളിലെയും ഒരു സ്ഥാനാർത്ഥികൾക്ക് യാതൊരു കോട്ടം വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈ വാർഡിലെ വാർഡ് പ്രസിഡന്റ് കൂടിയായ ഞാനും എന്നോടൊക്കമുള്ള കമ്മിറ്റി രാജിവെക്കുകയും ശ്രീ ആന്റണി മാർട്ടിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിന് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഖണ്ഡിക്കുകയാണ് CPI സ്ഥാനാർത്ഥി P ബാലചന്ദ്രൻ. 7ാം വാർഡ് എന്നത് മണ്ണാറക്കയം എന്ന പുതിയ വാർഡാണെന്നും മറ്റാരും അവകാശം ഉന്നയിക്കേണ്ടതില്ലെന്നും P ബാലചന്ദ്രൻ പറയുന്നു. മണ്ണാറക്കയം എന്ന് പറയുന്നത് പുതിയ വാർഡാണ്. ആ പുതിയ വാർഡിലെ സാധ്യത എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂൾ മുതൽ കത്രാങ്ങപ്പടി PMB റോഡിൻ്റെ സൈഡ് ചേർത്ത് നമ്മുടെ മണ്ണംപ്ലാവ് റോഡിൽ
ഗ്രാമജീവൻ പ്രദേശത്തും കൂടി ഉൾപ്പെടുത്തി വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ 7-ാം വാർഡ്. തന്നെയുമല്ല, മുൻ മെമ്പറായിരുന്ന റോസമ്മ ടീച്ചർ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ 70ഓളം വീടുകളും നമ്മുടെ പഴയ 7-ൽ നിന്നും 8-ലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കെ ഈ പുതിയ 7-ാം വാർഡ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് അവകാശവാദം പറയാനുള്ള കാര്യങ്ങളില്ല. അത് മണ്ണാറക്കായുമായിട്ട് പുതിയ വാർഡാണ്. ഇരു സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി സൗമ്യ മുമ്പാകെയാണ് പത്രിക നൽകിയത്. മണർകാട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. വാർഡിലെ 19 സീറ്റുകളിലെയും LDF, NDA സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. മണർകാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ രാവിലെ നാമനിർദ്ദേശ പത്രിക നൽകി. രാവിലെ 11 മണി മുതലാണ് വിവിധ മുന്നണികളിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ പഞ്ചായത്തിൽ എത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകാന്ത് TR മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. വരും ദിവസങ്ങളിലും 3 മുന്നണിയിലും പെട്ട സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകും. 19 വാർഡുകളാണ് ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. വാർഡ് വിഭജനത്തെ തുടർന്ന് 2 വാർഡുകൾ കൂടി കൂട്ടിച്ചേർത്താണ് 19 വാർഡുകൾ ആയത്. നിലവിൽ ഇടതുമുന്നണിയാണ് മണർകാട് പഞ്ചായത്ത് ഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു വിദ്യാർത്ഥി. പുതുപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്നാണ് ബിജിൻ ബൈജു ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു കുട്ടി സ്ഥാനാർത്ഥി. പുതുപ്പള്ളി പഞ്ചായത്ത് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ബിജിൻ ബൈജു എന്ന 20 വയസ്സുകാരനാണ് ഈ കുട്ടി സ്ഥാനാർത്ഥി. മണർകാട് സെന്റ് മേരീസ് കോളേജിൽ നിന്നും ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ബിജിൻ. കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് ബിജിൻ പൊതുരംഗത്ത് എത്തുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് ബിജിനുള്ളത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഉപഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ചത്. വളരെയധികം സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുവാൻ നിലവിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ വിദ്യാർത്ഥി പഠനകാലത്താണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. വോട്ടും അനുഗ്രഹവും തേടിയെത്തുന്ന എല്ലായിടങ്ങളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ബിജിൻ പറയുന്നു. രാവിലെ പുതുപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ ബിജിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. യുവജനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കട്ടെ എന്ന് പൊതുജനങ്ങളും പറയുന്നു. ചെറുപ്പക്കാർക്കാണല്ലോ ഇനി മുൻഗണന കൊടുക്കേണ്ടത്. അവരല്ല ഇനി മുന്നോട്ട് ഈ നാട് നയിക്കേണ്ടത്. പ്രായമുള്ളവർ മാറട്ടെ. ഇത്ര വർഷം ഭരിച്ചതല്ലോ, നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ പുതിയ തലമുറ പുതിയതായിട്ട് കയറി വന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്നുള്ളത് അവർക്ക് പഠിച്ചു വന്നു അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അവർ മുന്നോട്ട് കയറി വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, പൊതുവായിട്ടുള്ള അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കന്നി അങ്കത്തട്ടിൽ അഭിരാമി മധു. ചിറക്കടവ് പഞ്ചായത്ത് 21-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയാണ് അഭിരാമി. യുവജനങ്ങളുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞു അഭിരാമി. രാഷ്ട്രീയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തു നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി കന്നിയംഗത്തിന് തയ്യാറെടുക്കുകയാണ് അഭിരാമി മധു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് അഭിരാമി. കോളേജ് കാലഘട്ടത്തിൽ ABVP-യിലൂടെയാണ് അഭിരാമി രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ചത്. സ്കൂൾ കാലഘട്ടത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗമായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും MBA പൂർത്തിയാക്കി കഴിഞ്ഞു അഭിരാമി. ഇളംകുളം സെന്റ് മേരീസ് സ്കൂളിലും കാളകെട്ടി അച്ചാമ്മ മെമ്മോറിയൽ സ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. താൻ വാർഡ് പ്രതിനിധിയായാൽ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാനാവും മുൻഗണന നൽകുകയെന്ന് അഭിരാമി പറയുന്നു. ഇലക്ഷൻ്റെ പരിപാടിയായിട്ട് ഞാൻ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പറയുന്നത് റോഡിനെ പറ്റിയിട്ടാണ്. അപ്പം എനിക്ക് ഒരു സ്ഥാനം കിട്ടുകയാണ് എങ്കിൽ ഞാൻ ആദ്യമേ ചെയ്യുന്നത് റോഡ് ശരിയാക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. പത്രം ഏജന്റായ ഇടത്തംപറമ്പ് മുള്ളൻകുഴിയിൽ മധുവിന്റെയും മഞ്ജുവിന്റെയും മകളാണ് അഭിരാമി. അനിയൻ അനന്തു വാഴൂർ NSS കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രവർത്തന മികവും പരിചയ സമ്പത്തുമാണ് TN ഗിരീഷ് കുമാറിന്റെ കൈമുതൽ. ചിറക്കടവ് പഞ്ചായത്ത് 10-ാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ TN ഗിരീഷ് കുമാർ. 2 പതിറ്റാണ്ടിലേറെയായി ചിറക്കടവിലെ പൊതുരംഗത്തെ നിറസാന്നിധ്യം TN ഗിരീഷ് കുമാർ. ഇത്തവണ ചിറക്കടവ് പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് TN ഗിരീഷ് കുമാർ. 2020 മുതൽ 25 വരെ ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷനിൽ പ്രതിനിധിയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു TN ഗിരീഷ് കുമാർ. 1995 മുതൽ 2000 വരെ ചിറക്കടവ് പഞ്ചായത്ത് 9-ാം വാർഡ് പ്രതിനിധിയായി. 2000 മുതൽ 2005 വരെ വാഴൂർ ബ്ലോക്ക് ചിറക്കടവ് ഡിവിഷൻ അംഗം. 2015 മുതൽ 2020 വരെ
ചിറക്കടവ് പഞ്ചായത്ത് 14-ാം വാർഡ് പ്രതിനിധി, 2020 മുതൽ 25 വരെ ജില്ലാ പഞ്ചായത്ത് പൊൻകുന്നം ഡിവിഷൻ പ്രതിനിധി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊൻകുന്നം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രഭാത സായാഹ്ന ശാഖയുടെ മാനേജറാണ് TN ഗിരീഷ് കുമാർ. കോളേജ് കാലഘട്ടത്തിൽ SFIയിലൂടെ രാഷ്ട്രീയത്തിലെത്തി. തുടർന്ന് DYFI മേഖലാ സെക്രട്ടറി, ബ്ലോക്ക് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ CPM വാഴൂർ ഏരിയ കമ്മിറ്റി അംഗമാണ്. കൂടാതെ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്ലാനിംഗ് കമ്മീഷൻ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് TN ഗിരീഷ് കുമാറിന്റെ കുടുംബം. തികഞ്ഞ വിജയപ്രതീക്ഷയോടെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് TN ഗിരീഷ് കുമാർ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനത്തെ LDF സർക്കാർ അട്ടിമറിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനത്തെ ചവിട്ടിമെതിച്ച ഇടതു സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ വിധിയെഴുത്തുണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. പ്രതിപക്ഷം ഭരിക്കുന്ന നഗരസഭകളും പഞ്ചായത്തുകളിലും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധമുണ്ട്. ഇതിനെതിരെ ജനവികാരമുണ്ട്. അതാണ് UDFന്റെ പ്രകടന പത്രികയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് 10 കൊല്ലക്കാലമായി ചവിട്ടി തകർത്ത് ഇവിടെ നാട്ടിലിറങ്ങിയ ആന ചെയ്യുന്നത് പോലെ എല്ലാ കൃഷിവിളകളും ചവിട്ടി മെതിച്ച് കളഞ്ഞ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ജനാഭിലാഷമാണ്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊതുവികാരമാണ്. അതുകൊണ്ട് അതിന് സഹായകരമായ നിലപാട്, അതിന് പറ്റത്തക്ക വിധത്തിലുള്ള നിലപാട്, അതാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്കുള്ള പ്രകടന പത്രിക. അത് വേറെ ഡീറ്റെയിൽസ് വേറെ പുറത്തു വരും. കോട്ടയം നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു MLA. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസ് ഇടതു സർക്കാർ അട്ടിമറിച്ചുവെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കോടതിയിൽ ചാർജ് നൽകാതെ അറസ്റ്റ് ചെയ്ത പ്രതിക്ക് ജാമ്യത്തിൽ പോകാൻ അവസരം കൊടുത്തുവെന്നും MLA ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദമ്പതിമാരായ പാലാ മുനിസിപ്പൽ മുൻ ചെയർമാനും ചെയർപേഴ്സണും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി കളത്തിൽ. ഷാജു തുരുത്തനും ഭാര്യ ബെറ്റി ഷാജുവുമാണ് ഇവർ. ദമ്പതികളായ മുൻ ചെയർമാനും ചെയർപേഴ്സണും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങുന്നു. ഷാജു തുരുത്തനും ഭാര്യ മുൻ ചെയർപേഴ്സണായ അഡ്വക്കേറ്റ് ബെറ്റി ഷാജുവുമാണ് വീണ്ടും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. ഷാജു തുരുത്തൻ നഗരസഭ 2-ാം വാർഡായ മുണ്ടുപുരത്തും ബെറ്റി 1-ാം വാർഡായ പരമലക്കുന്നിലുമാണ് മത്സരിക്കുന്നത്. LDF മുന്നണിക്കായിട്ടാണ് ഇരുവരും മത്സരിക്കുക. ഇരുവരും നഗരസഭാ കൗൺസിലർമാരായി 1/4 നൂറ്റാണ്ട് പിന്നിട്ടവരും. ഷാജു 1 തവണയും ബെറ്റി 2 തവണയും ചെയർപേഴ്സൺ പദവി അലങ്കരിച്ചിട്ടുള്ളവരുമാണ്. ബെറ്റി വനിതാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മീനച്ചിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ്. ഷാജുവും സഹകാരിയാണ്. ഇവരുണ്ടെങ്കിൽ മറ്റൊരു ജനപ്രതിനിധി മുണ്ടുപാലത്തിനും പരമലക്കുന്നിനും വേണ്ട എന്നതും ചരിത്രമാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. ഒരു കുടുംബത്തിലെ 3 പേർ പോരാട്ട രംഗത്ത്. പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിലാണ് ഒരു വീട്ടിലെ 3 പേർ ജനവിധി തേടുന്നത്. സ്വതന്ത്ര പോരാട്ടത്തിനിറങ്ങി ഒരു കുടുംബത്തിലെ 3 പേർ. നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ കടുത്ത മത്സരത്തിന് സാധ്യത നൽകിയാണ് 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലെ നഗരസഭാ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടം 14-ാം വാർഡിൽ നിന്നും മത്സരിക്കും. 13-ാം വാർഡിൽ ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം മത്സരിക്കും. 15-ാം വാർഡിൽ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകൾ ദിയ ബിനു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. MBA പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 90% നേടിയായിരുന്നു ബിനു പുളിക്കക്കണ്ടത്തിന്റെ വിജയം. സഹോദരൻ ബിജു ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് മത്സരത്തിനിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചെയർമാൻ ജോസ് കെ മാണിയാണ് പ്രഖ്യാപനം നടത്തിയത്. 18 കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ ജോസ് കെ മാണി MP പ്രഖ്യാപിച്ചു. മുൻ ചെയർപേഴ്സൺമാരായ മേരി ഡൊമിനിക്, ബെറ്റി ഷാജു, ലീന സണ്ണി, ബിജി ജോജോ, ഷാജു തുരുത്തൻ എന്നിവർ വീണ്ടും സ്ഥാനാർത്ഥികളായി. 1-ാം വാർഡ് പരമലക്കുന്നിൽ ബെറ്റി ഷാജു തുരുത്തൽ, 2-ാം വാർഡ് മുണ്ടുപാലം ഷാജു തുരുത്തൽ, വാർഡ് 4 കിഴുതടിയൂരിൽ നീന ചെറുവള്ളി, വാർഡ് 5 പ്ലാത്താനത്ത് ജോർജ് കുട്ടി ചെറുവള്ളി, വാർഡ് 6 കായനാട്ടുപാറയിൽ പൊതുസ്വതന്ത്രനായി മാനുവൽ അഴിമൂട്ടിൽ, വാർഡ് 7 പുലിമൽക്കുന്നിൽ ജിജി ബൈജു കൊല്ലംപറമ്പിൽ, വാർഡ് 8 കവിക്കുന്നിൽ ഷിനി തോമസ് മുകാല, വാർഡ് 10 മൂന്നാനിയിൽ ജോസ് ചീരാങ്കുഴി, വാർഡ് 11 മോനാശ്രീയിൽ റൂബി ആൻഡോ പടിയാറക്കര, വാർഡ് 16 കണ്ണാടികുറമ്പിൽ ടോമിൻ ജോസ് വട്ടമല, വാർഡ് 17 12-ാം മൈലിൽ സനൽ ചോക്കാട്ടുപറമ്പിൽ, വാർഡ് 19 കത്തിരണ്ടലിൽ ബിന്നിച്ചൻ ഇടട്ട്, വാർഡ് 20 പാലാ ടൗണിൽ ബിജി ജോജോ കുടക്കച്ചിറ, വാർഡ് 21 വെള്ളാപ്പാട് ലീന സണ്ണി പുരയിടം, വാർഡ് 22 എറണാകുളത്ത് പൗളിൻ പ്രിൻസ് പാലക്കാട്ടുകുന്നൽ, വാർഡ് 23 കോളേജിൽ മേരി ഡൊമിനിക്, വാർഡ് 24 കൊട്ടാരമറ്റത്ത് ഡെന്നിസ് തറപ്പൽ, വാർഡ് 25 നെല്ലിയാനിൽ ബിജു പാലപ്പടവിൽ എന്നിവരാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. 100 കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലായിരുന്നു കൊടിയേറ്റ്.
പാമ്പാടി വെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി സൂര്യകാലടിമന സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറി. വാദ്യമേളങ്ങളുടെയും കരിമരുന്ന് വിസ്മയത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു കൊടിയേറ്റ്. തുടർന്ന് തിരുവരങ്ങിൽ ശ്രീകൃഷ്ണ ഭജൻസ് തോട്ടക്കാടിന്റെ ഭജൻസ് അരങ്ങേറി. രണ്ടാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ നട തുറക്കൽ, ശ്രീബലി, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകളിൽ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ കൂടാതെ വിശേഷാൽ പൂജകളും ഉണ്ടാവും. 7ാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ചയാണ് പള്ളിവേട്ട. 8ാം ഉത്സവ ദിനമായ നവംബർ 26 വ്യാഴാഴ്ചയാണ് ആറാട്ട്. അന്നേ ദിവസം കുമാരഷഷ്ഠി ദിനമാണെന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഉത്സവ നാളുകളിൽ കലാവേദിയിൽ വിവിധ നൃത്തങ്ങൾ, ഭജൻസ്, ഗാനമേള, നാടൻപാട്ട് തുടങ്ങിയവയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നാട്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് സ്ഥാനാർത്ഥികൾ. ഇടത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനം അട്ടിമറിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തിരുത്തപ്പെടും. ചിറക്കടവ് പഞ്ചായത്തിൽ ഇടതുമുന്നണിയിൽ ഭിന്നത. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ 7ാം വാർഡിൽ CPI മത്സരിക്കുന്നു. പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M പ്രതിനിധി സ്വതന്ത്രനായി മത്സരരംഗത്ത്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര പോരാട്ടത്തിന് ഒരു കുടുംബത്തിലെ 3 പേർ. 13, 14, 15 വാർഡുകളിൽ മത്സരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.